വാർത്ത മലപ്പുറം പെരുവള്ളൂരിൽ കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞ് മരിച്ചത്. അതിൽ ഈ 5 വയസ്സുകാരി സിയ ഫാരിസ് മരിച്ചതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുകയാണ് കുടുംബം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് കുട്ടിക്ക് ചികിത്സ നൽകിയതെന്നാണ് കുടുംബം പറയുന്നത്. മുറിവിൽ ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് വിട്ടു എന്നും ബന്ധു പറയുന്നു. തലയിലാണ് പ്രധാന മുറിവുണ്ടായിരുന്നത്. അത് ചികിത്സിച്ചതുപോലുമില്ല. ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ വെക്കാൻ തയ്യാറായില്ല എന്നും കുട്ടിയുടെ ബന്ധുവായ മുജീബ് കേസി ആരോപിക്കുന്നു. ആ പ്രതികരണം ആദ്യം കേൾക്കാം. പറഞ്ഞ് കാമണിക്കൂറും വെള്ളം ഒഴിച്ചിട്ട് ഡെറ്റോൾ ഇട്ടിട്ട് കഴുകണം എന്ന് പറഞ്ഞ് അത് കഴുകിയതിൻ്റെ ശേഷം അവർ പറഞ്ഞ് ഇവിടുന്ന് ഒരു ഇഞ്ചക്ഷൻ അടിക്കുക, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, അനിമൽസിൻ്റെ അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു അരമണിക്കൂർ ഏകദേശം അവിടെ താലൂക്ക് നിന്നിട്ടുള്ളൂ. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളോട് ചോദിച്ചു ആംബുലൻസ് ആണോ കാറാണോ വെച്ച്. അങ്ങനെ കാറാണ് പറഞ്ഞത്. അങ്ങനെ കാറിലേക്ക് കയറ്റി ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിക്കണമല്ലേ. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. റിസൾട്ട് വാങ്ങിച്ച അവിടെ കൂടുതൽ തിരക്കാണ്. ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അവർ പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി, അതാണ് നല്ലതെന്ന്. സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആ മുറിവോടൊക്കെ സ്റ്റിച്ച് അതായത് ഡ്രസ്സും ഒന്നും ഇല്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് വിട്ട്. പിന്നീട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. വാക്സിനൊക്കെ എടുത്തിട്ട് ഒരു വിട്ട് അന്നത്തെ. എന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ട്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് ചെന്നതിൻ്റെ ശേഷം അവിടുന്ന് ഒരാൾ നഴ്സുമാരോ പറയുന്നുണ്ട് നിങ്ങൾ ഇക്കോലത്തിൽ വീട്ടിലേക്ക് വിട്ടെന്ന്. അങ്ങനെ ചോദ്യം അവിടുന്ന് വന്നിക്കണേ. അവരാണ് നമ്മളെ കോഴിക്കോടേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞത്. ഇവിടെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് കുറവാണ്, നിങ്ങൾ നേരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ വൈകിയെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ അന്ന് വ്യക്തമാക്കിയത്. ആ പ്രതികരണം കൂടി കേൾക്കാം. ഏകദേശം ഒരു 13 മുറിവുകളോളം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇതിനെല്ലാം പ്രഥമ ചികിത്സ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ കിട്ടിയിട്ടില്ല എന്നാണ് ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞു. ശരി, ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധു മുജീബ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ മുജീബ്, സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിനും സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നും അറിയാം. എങ്കിലും എന്തായിരുന്നു കൃത്യമായി കുഞ്ഞിന് കടിയേറ്റ ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആ സംഭവം അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? എന്തൊക്കെ ചികിത്സകളാണ് അപ്പോൾ സ്വീകരിച്ചത്? ഹലോ മുജീബ്, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നില്ല ശ്രീ മുജീബ്? കേൾക്കാമോ? ആശുപത്രിയിൽ പോയപ്പോൾ അന്ന് എന്തായിരുന്നു പറയൂ. എപ്പോഴാണ് അവര് ചികിത്സ ഒന്നും നൽകിയിരുന്നില്ലേ? എങ്ങനെയാണ് വൈകിച്ചത്? താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം വൈകിട്ടില്ല. 2:45 ഇത് കടിയേൽക്കുന്നു. 3:10 താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തിയതിന് ശേഷം അവർ പറഞ്ഞു കുട്ടിൻ്റെ മുറിവ് 15 മിനിറ്റ് വെള്ളം ഒഴിച്ച് ഡെറ്റോളിട്ടും സോപ്പിട്ടും കഴുകാൻ പറഞ്ഞു. അത് ക്ലിയറായിട്ട് അവിടുന്ന് നിർവഹിച്ചു. അതിന് ശേഷം അവർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ഏതാണെന്ന് എനിക്കറിയില്ല. അത് ചെയ്തതിന് ശേഷം നമ്മോട് പറഞ്ഞു ഏകദേശം ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെൻറ്റ് കുറവാണ്, നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കൊള്ളുന്ന അവിടെ നിന്ന് പറഞ്ഞതാണ്. എന്നതിന് ശേഷം അവർ ചോദിച്ചു നമ്മോട് ഇങ്ങനത്തെ ആംബുലൻസ് ആണോ കാറാണോ എന്ന്. അങ്ങനെ കാറാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത് കാലിൻ്റെ മുറിവിന് ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഏകദേശം അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഏത് 2:45 കടിയേറ്റു എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ എത്ര മണിക്കാണ് എത്തിയത്? അവിടെ എങ്ങനെയായിരുന്നു? ഉടനടി ചികിത്സ കിട്ടിയോ? ഏകദേശം അവിടുന്ന് 3:10 എത്തിയെന്ന് പറഞ്ഞല്ലോ. അവിടെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോയിക്കണേ. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഇഞ്ചക്ഷൻ തന്നിട്ട് അവർ റെഫർ ചെയ്ത് അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചോളി എന്ന് പറഞ്ഞ് ഇവിടെ അവിടെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് കാറിൽ കയറ്റിയിട്ട് കുട്ടീനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ പുറത്ത് പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടീൻ്റെ മുറിവും കൊണ്ട്. അതിന് ശേഷമാണ് കുട്ടീനെ പരിശോധനയ്ക്ക് ഉള്ളിലേക്ക് കയറ്റുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പെങ്ങളും നമ്മളെ സുഹൃത്തേനും ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ ഉള്ളിൽ 1 മണിക്കൂറിൻ്റെ മേലെ ഏകദേശം ട്രീറ്റ്മെൻറ്റ് നടന്നിരിക്കണം ഉള്ളിൽ.
അതിന് ഞാൻ ഉള്ളിലില്ല, എൻ്റെ പെങ്ങളും നമ്മളൊരു അടുത്ത സുഹൃത്തേനും ഒപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടീനെ താഴെ കുട്ടികളെ വാർഡിലേക്ക് താഴോട്ട് റെഫർ ചെയ്ത് അവിടെ ചെന്ന് ഉള്ളിലേക്ക് കയറ്റി ഒരു ഡോക്ടർ വന്നതിന് ശേഷം നമ്മോട് പറഞ്ഞ് ഈ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളത് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ നമ്മോട് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതുപോലെ ഞങ്ങൾ 10-10:30 ആകുമ്പോൾ അവിടുന്ന് കുട്ടീനെ എടുത്തിട്ട് പോന്നു. പക്ഷെ അത്രയും വലിയൊരു മുറിവുണ്ടായിട്ട് കുട്ടീനെ എന്തുകൊണ്ട് അവർ പുറത്തേക്ക് വിട്ടു, അഡ്മിറ്റ് ചെയ്യാതെ എന്നുള്ളതാണ് ചോദ്യം നമ്മളത്. ശരി മുജീബ്, ഒരു കാര്യം, ഈ മുറിവിലൊന്നും ചെയ്യാതെ വിട്ടയച്ചു പറയുന്നത് കുഞ്ഞിന്റെ തലയ്ക്കാണ് മുറിവേറ്റത്, ഒന്നും ചെയ്തില്ലേ മെഡിക്കൽ കോളേജിൽ പോയിട്ട്? തലയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർ ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട്, വാക്സിൻ എടുത്തിട്ടുണ്ട്, വേറെ ഡ്രസ്സിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും നടന്നിട്ടില്ല. അവർ പറഞ്ഞത് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് നമ്മളെ വിടുന്നത്. നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസമല്ലേ. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം പിറ്റത്തെ ദിവസമാണ് നിങ്ങൾ പിന്നീട് ആശുപത്രി പോകുന്നത് അല്ലേ? പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏതോ നൈസ് ഇപ്പം അങ്ങോട്ട് പറയണ്ട എന്തിനാ കുട്ടീനെ ഇക്കോലത്തിൽ വീട്ടിലേക്ക് അയച്ചെന്നുള്ളൊരു ചോദ്യം അവിടെ നിന്ന് വന്നീന്. കുട്ടിക്ക് അത്രത്തോളം മുറിവ് ഉണ്ടേനും തലക്കും ഉണ്ട് കാലിനും ഉണ്ട്. തലക്കും ആയത്തിലേന് കാലിനും ആയത്തിൽ നല്ല മുറിവുണ്ട്. മുറിവ് അവിടെ എത്തിയ ഡോക്ടർ രാജീവ് ജയദേവ് ഉണ്ട്, അദ്ദേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കാം. മുജീബും കൂടെ കേൾക്കാം. ശ്രീ ഡോക്ടർ രാജീവ് ജയദേവ്, ഇപ്പോൾ ഈ മുജീബ് ഈ കുട്ടിയുടെ ബന്ധുവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടു എന്ന് ഞാൻ കരുതുന്നു. അതായത് ആദ്യം ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു, 2:45 കടിയേൽക്കുന്നു, 3:10 അവിടെ എത്തുന്നു, പ്രാഥമിക ചികിത്സ, ഉടനെ 1/4 മണിക്കൂർ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അവിടെ ഒരു 1/2 മണിക്കൂർ വൈകിട്ടുണ്ട് പിന്നെ ചികിത്സ കിട്ടാൻ. പക്ഷേ പിന്നീട് 48 മണിക്കൂറിന് ശേഷമേ ചികിത്സ കിട്ടൂ അല്ലെങ്കിൽ നടക്കേണ്ട സാഹചര്യം എന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ഈ മെഡിക്കൽ തലത്തിൽ അങ്ങൊന്ന് വിശദീകരിക്കാമോ? ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ ഈ മുറിവ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ആദ്യം വിശദീകരിക്കാം. എന്തുകൊണ്ട് എന്ന് ഞാൻ വിശദീകരിക്കാം. ഈ ഇതുപോലെയുള്ള പേപ്പട്ടിയുടെ കടി, അല്ലെങ്കിൽ നമുക്കിപ്പോ കടിക്കുന്ന നായ പേയുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലെങ്കിൽ, അതുകൊണ്ട് ഇതുപോലെ സാരമായ പരിക്കേറ്റു കഴിഞ്ഞാൽ, അതായത് ബ്ലഡ് വരുന്ന രീതിയിലുള്ള പരിക്കേറ്റു കഴിഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന ചികിത്സകൾ തന്നെയാണ് ഈ മോൾക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നായയുടെ ഉമിനീർ എത്രയും പെട്ടെന്ന് കഴുകിക്കളയുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടെങ്കിൽ അതാണ്. അതായത് കടിയേറ്റാൽ ഉടൻ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു പൈപ്പിനടിയിൽ ചെന്ന് കാണിച്ച് അത് ഗ്ലൗ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. കാരണം അത് തെറിക്കുകയും മറ്റും ചെയ്യാൻ പാടില്ല. അത് ഈ ഓരോ മുറിവും, എത്ര മുറിവുണ്ടോ അവിടെയെല്ലാം അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അതിന്റെ മുറിവിൽ സജീവമായിട്ട് കഴുകാനൊക്കെ പ്രാവർത്തികമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കും വിഷമം ഉണ്ടാകും. എന്നാലും അത് ചെയ്തേ പറ്റൂ. കാരണം എന്താണ്, ഈ നായയുടെ ഉമിനീരിൽ കോടിക്കണക്കിന് വൈറസുകളുണ്ട്. ഈ വൈറസുകളാണ് കുഞ്ഞിന്റെ നാഡികളിലേക്ക് കയറി പറ്റാനായിട്ട് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ വൈറസിനെതിരെയാണ് നമ്മൾ വാക്സിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ വൈറസിനെ കഴുകിക്കളയാൻ സാധിച്ചു കഴിഞ്ഞാൽ വാക്സിന് അത്രയും കുറവ് വൈറസുകളെ മാത്രം നിർവീര്യമാക്കിയാൽ മതി. അതാണ് ഇതിന്റെ ലോജിക്ക്. അതുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് തന്നെ കഴുകണം എന്നുള്ളതാണ് എപ്പോഴും നൽകി വന്നിട്ടുള്ള ഒരു മുൻകരുതൽ. പക്ഷെ നമുക്കറിയാം, സാധാരണ ഒരു ശരാശരി വ്യക്തിയുടെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ, കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞിന് ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ വേഗം ഒരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ആരായാലും അങ്ങനെ ചെയ്തു പോകും. അതിൽ നിന്നും നമ്മൾ അല്പം കൂടി മുമ്പോട്ട് പോകണം എന്നുള്ള സന്ദേശമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. എത്രയൊക്കെ വിഷമം ഉണ്ടെങ്കിൽ പോലും ഈ കാര്യം നമ്മൾ ചെയ്തിരിക്കണം. കാരണം അതിന് മെഡിക്കലായിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വൈറസിനെ നമ്മൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഓരോ മുറിവിലും ഇതിന്റെ ഉമിനീര് എത്രത്തോളം നമുക്ക് കഴുകാൻ സാധിക്കുന്നുവോ അത്രത്തോളം കുറവ് വൈറസ് ആയിരിക്കും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറുന്നത്. താമസിക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ വൈറസുകൾക്ക് കയറാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇനി
തുടക്കത്തിൽ ഈ മുറിവുകൾ തുന്നിക്കെട്ടരുത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ശാസ്ത്രം. കാരണം പലപ്പോഴും പ്രശ്നമുണ്ടായിട്ടുള്ള കേസുകളിൽ ഈ തുന്നിക്കെട്ടിയ കേസുകളിൽ പ്രശ്നമുണ്ടായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഓപ്പൺ വൂണ്ടിൽ, തുറന്നിരിക്കുന്ന ആ വൂണ്ടിലാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും മറ്റുമൊക്കെ. അത് തുന്നിക്കെട്ടാതിരിക്കുന്നതാണ് തുടക്കത്തിൽ, ഏറ്റവും തുടക്കത്തിൽ. കടിയേറ്റ ഉടൻ തന്നെ തുന്നിക്കെട്ടേണ്ട കാര്യമില്ല. അത് കൂടുതൽ സ്പെഷ്യലൈസേഷനുള്ള ഡോക്ടർമാർ അത് കണ്ട് അതിന് ഉള്ള വേണ്ട ചികിത്സകൾ അവര് നിർദ്ദേശിക്കും. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ 48 hours കഴിഞ്ഞ് വരാൻ പറഞ്ഞത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. കുഞ്ഞിനെ നേരിട്ട് പരിശോധിക്കാതെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും അതിന്റെ ലോജിക്കാണ്, ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളെ ലോജിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളൊന്ന് ഓർക്കേണ്ടത്, ലോകമെമ്പാടും ഒരുപാട് പേർ പേവിഷബാധയേറ്റ് മരണപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 50,000-ത്തിലധികം കേസുകളാണ് റേബീസ് മൂലം മരണമുണ്ടാകുന്നത്. അതിൽ തന്നെ ഒരു 1/3 ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളതാണ് പ്രബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ വാക്സിൻ ലഭിക്കാതെയാണ് പലപ്പോഴും ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. വാക്സിൻ ലഭിച്ചതിന് ശേഷവും ലഭിച്ചിട്ടും മരണം സംഭവിക്കുന്നത് അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം കേരളത്തിൽ മുജീബ് അദ്ദേഹത്തിനുള്ള മറുപടി കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എന്ന് അതായത് അദ്ദേഹം അവരുടെ ഒരു ആരോപണം കുടുംബത്തിൻ്റെതായി ഉണ്ടായിരുന്നത്, ഈ മുറിവ് ഉണ്ടായിട്ടും ഈ മുറിവ് ഡ്രസ്സ് ചെയ്തില്ല, ഒന്ന് തുന്നിക്കെട്ടിയില്ല, നേരെ കുഞ്ഞിനെ വീട്ടിലേക്ക് വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് വീട്ടിലേക്ക് വിട്ടു, അങ്ങനെ മുറിവ് തുന്നിക്കെട്ടിയില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ശ്രീ മുജീബ്, കേട്ടോ നിങ്ങൾ? ഇങ്ങനെ തന്നെയായിരിക്കില്ല അന്ന് ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോഴിത് കെട്ടേണ്ട ആവശ്യമില്ല, 48 മണിക്കൂർ കഴിഞ്ഞ് തുന്നിക്കെട്ടിയാൽ മതി എന്നുള്ളതല്ലേ? മറ്റെന്തെങ്കിലും ആരോപണം ഉണ്ടോ മെഡിക്കൽ കോളേജിൽ? 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇല്ലല്ല, അതെ നമ്മളിത് അവിടുന്ന് പറഞ്ഞത് പറയാണ്. അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് ഇതുപോലെയാണ്. 48 ഡോക്ടർ നോക്കിയതിന് ശേഷം പറഞ്ഞ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളത് എന്ന് പറഞ്ഞ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, അവരത് ആ അത്രയും മുറിവ് വെച്ചിട്ട് പുറത്തേക്ക് ആ കുട്ടീനെ അവിടെ നിന്ന് വിടാൻ പാടില്ലേന്നുള്ളതിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അത്രയും വലിയൊരു മുറിവും തലക്കത്രയും ആഴത്തിൽ മുറിവും പറ്റിയിട്ട് അവർ അങ്ങനെ പുറത്തേക്ക് ആ കുട്ടീനെ വിടാൻ പാടില്ലല്ലോ. ശരിയാണ് ഡോക്ടർ, അത് അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ 48 മണിക്കൂറിന് ശേഷമാണെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് മുറിവ് പറ്റിയ കുട്ടിയെ ആശുപത്രിയിൽ തുടർന്നല്ലേ നല്ല? നമുക്ക് ഡോക്ടർ തന്നെ അതിന് പറയും. മുജീബ്, ചെയ്യണ്ടേ എന്നുള്ളത് നോക്കുന്ന ഡോക്ടറുടെ തീരുമാനമാണ്. അത് എല്ലാ മുറിവുകൾക്കും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ശരി, എന്തായാലും അത് ആ സാഹചര്യം അത് ഡോക്ടർ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നറിയില്ല. മുജീബ്, അതിനുശേഷം ഈ 48 മണിക്കൂറിന് ശേഷം നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? ഇപ്പൊ നേഴ്സ് പറഞ്ഞു എന്ന് മുജീബ് പറഞ്ഞു അല്ലേ, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് പോയത്? അപ്പോൾ ഡോക്ടറോട് തിരക്കിയിരുന്നോ? മുറിവിന് ചെറുതായിട്ട് പഴുപ്പ് ഒടുങ്ങിയിരിക്കണ്. ഹലോ, പറഞ്ഞോളൂ മുജീബ്, പറഞ്ഞോളൂ. കുട്ടിൻ്റെ മുറിവ് അവിടെ എത്തിയതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവിടെ മെഡിക്കൽ കോളേജിൽ എത്തി. അതിന് ശേഷം മുറിവിന് ചെറിയ പഴുപ്പ് ഒടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഏതോ നൈസ് ചോദിക്കുന്നുണ്ട്, എന്തേ കുട്ടീനെ ഈ കോലത്തിൽ പുറത്തേക്ക് വിട്ടെന്ന്. ഡോക്ടറോട് ചോദിച്ചിരുന്നോ? തലേന്ന് കണ്ട ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചിരുന്നോ? എന്ത് ഏത് ഈ ആദ്യം കണ്ട ഡോക്ടറോട് ചോദിച്ചിരുന്നോ? ഇതിപ്പോ ഇത്രയും ദിവസമായി തിരിച്ചു വരുമ്പോൾ ഈ അവസ്ഥയിലല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആശങ്ക ഡോക്ടറോട് ചോദിച്ചിരുന്നോ? ഇല്ലല്ല, ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് പഴുപ്പ് വന്നു അങ്ങനെ എന്തെങ്കിലും ഡോക്ടർമാർ പറയുകയുണ്ടായോ? സ്വാഭാവികമായിട്ടും നമ്മുടെ തലയിൽ വലിയൊരു മുറിവാണെങ്കിൽ അത് തുന്നിക്കെട്ടിയിട്ടാണല്ലോ നമ്മൾ വിടുക. അത് രക്തം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതിൽ തുന്നൽ വേണമെന്ന് ഉറപ്പുള്ളിടത്താണല്ലോ അവർ തുന്നുകയും ചെയ്യുന്നത്. ഇപ്പൊ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അങ്ങനെ തീരുമാനിക്കുകയായിരിക്കില്ലേ? എന്താന്നറിയില്ല. അതായത് അന്നാ നമ്മൾ പറയുന്നത് എന്താ പറയുക, അത്രയും മുറിവ് പറ്റിയിട്ട് അവർ പുറത്തേക്ക് വിട്ടല്ല, അത് വിടാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയത്. അത്രയും ഇല്ലല്ല, അവരങ്ങനെ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞത്.
സ്വാഭാവികമായിട്ടും ഡോക്ടർ പറഞ്ഞ അതെ പക്ഷേ ഡോക്ടർ രാജീവിന് മറുപടി നൽകാൻ പറ്റും. അതെ, അത് എന്തുകൊണ്ട് അങ്ങനെ പഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും ഡോക്ടർ? അങ്ങനെയാണോ? അതിനുശേഷം ചികിത്സ തുടരേണ്ട രീതിയാണോ? കാരണം അതാണ് ഒരു വല്ലാത്ത ഒരു സങ്കടത്തിലാക്കുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നേഴ്സ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ എങ്ങനെ കുട്ടിയെ പുറത്തേക്ക് വിട്ടുവെന്ന്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പലരും പല പരാമർശങ്ങളും പറഞ്ഞിരിക്കാം. പ്രത്യേകിച്ചും കേസിന്റെ കാര്യങ്ങൾ പഠിക്കാതെ പലരും പല സ്ട്രേ റിമാർക്സും പറഞ്ഞിരിക്കാം. അത് ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഇടയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ 2 പ്രശ്നങ്ങളാണ് കാണുന്നത്. ഒന്ന്, പേപ്പട്ടി അല്ലെങ്കിൽ പേപ്പട്ടി കടിച്ചു, അല്ലെങ്കിൽ കടിക്കുന്ന പട്ടിക്ക് പേ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം, അല്ലെ? അല്ലെങ്കിൽ പേ ഇല്ല എന്നല്ല നമ്മൾ വിചാരിക്കണം, പേ ഉണ്ട് എന്ന് വിചാരിച്ചു വേണം നമ്മൾ ചികിത്സിക്കാൻ. അപ്പൊ ആ ചികിത്സ എത്രയും കൃത്യമായി കൊടുക്കപ്പെട്ടുവോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം കൊടുത്തു എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുറിവാണ്. ഈ മുറിവ് എന്നുള്ളത് വേറൊരു ടോപ്പിക്കാണ്. ആ മുറിവ് എങ്ങനെ, ഏത് രീതിയിൽ ചികിത്സിക്കണം? ഓപ്പൺ വൂണ്ടാണോ, അത് സ്യൂച്ചറി ചെയ്യണോ, അതിൽ പ്ലാസ്റ്റിക് സർജറി വേണമോ, ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്യണം, ഇതൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രം ചെയ്യുന്ന സംഗതികളാണ്. അത് ഓരോ വ്യക്തികൾക്കും ആ രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഡോക്ടർമാർ തീരുമാനം എടുക്കുകയാണ്. പറഞ്ഞ നഴ്സിന് ഇതേപ്പറ്റി ധാരണ ഉണ്ടാകാൻ വഴിയില്ല. അവർ ഒരു സാധാരണക്കാര് പ്രതികരിക്കുന്ന പോലെ പറഞ്ഞു തന്നിരിക്കാം. അതങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. അപ്പോൾ ഡോക്ടർ അത് രോഗിയെ എല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മുറിവുകളും ഉടൻ തന്നെ തുന്നിക്കെട്ടുക അല്ല ചെയ്യേണ്ടത്. അതിന് പ്രത്യേക ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ സർജൻസും അതുപോലെ പ്ലാസ്റ്റിക് സർജൻസും ഇതിൽ സ്പെഷ്യലൈസേഷനുള്ള ഡോക്ടേഴ്സ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റേബീസിന്റെ ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല ഡോക്ടർ ഉദ്ദേശിച്ചത്. മുറിവിന്റെ, അതായത് ആ കട്ട് ടിഷ്യൂ, അതായത് നമ്മുടെ ദശ മുറിഞ്ഞതിന്റെ ബാക്കി ചികിത്സയുടെ കാര്യമാണ് ഡോക്ടർ പറയുന്നത്. പലപ്പോഴും ഡിലേഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് ശരീരത്തിന്റെ ഹീലിംഗ് പ്രോസസ്സിനെ ആസ്പദമാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ശരി, ഇപ്പോൾ ഈ പ്രധാനമായും നമ്മൾ ആശങ്കയോടുകൂടി ഈ കാര്യം ചർച്ച ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ വാക്സിൻ എടുത്തിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞും വാക്സിൻ സ്വീകരിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ആരോഗ്യം വഷളാകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാകുന്നത്. പക്ഷേ അത് അവിടെ വാക്സിൻ സ്വീകരിക്കാതിരിക്കുകയല്ല, പകരം വാക്സിൻ സ്വീകരിക്കുന്ന ഘട്ടം ഏത് അവസ്ഥയിലേക്ക്, മുറിവൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുൾപ്പെടെ ആണ് ഇതിൽ പ്രശ്നമാകുന്നത്. എന്തായാലും നമുക്ക് ആ കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയാണ് നമ്മുടെ മുൻപിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽ തേനമ്പറമ്പിൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ SIT ആശുപത്രിയിലുള്ള കുഞ്ഞും അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത്. ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? എന്താണ് ഡോക്ടർമാർ നൽകുന്ന വിവരം? അക്ഷയ, 7 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ട് അടക്കം പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. ഒരു എന്താണ് പറയുന്നത്, കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്ന് പറയുന്നത്. കാരണം ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ നില ഒരല്പം ഗുരുതരമായിരുന്നു. ആദ്യം പുല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും ആശാവഹമായ ഒരു പുരോഗതി കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നിരാശാജനകമായ ഒരു കാര്യം. ആ കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ വാക്സിൻ എടുത്ത് ഇതിപ്പോൾ 1-2 വിഷയമല്ല, വാക്സിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഒരു വർഷം 5 ലക്ഷത്തോളം ആളുകൾ വാക്സിൻ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വളരെ കുറഞ്ഞ കേസുകൾ മാത്രമാണ്, 1-2-3 കേസുകളൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ പോലും അതും പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പത്തനംതിട്ടയിൽ നേരത്തെ മലപ്പുറത്തെ വിഷയം നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെ പത്തനംതിട്ടയിൽ നിന്നും ഇന്നലെ ഒരു വാർത്ത വരികയാണ്. 13 വയസ്സുകാരി, ആ 13 വയസ്സുകാരിക്കും സമാനമായി തന്നെയാണ് സംഭവിച്ചത്. ഈ പ്രതിരോധ വാക്സിൻ്റെ മുഴുവൻ ഡോസുകളും പൂർത്തിയായി കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് പിന്നീട് ചില പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയത്. അങ്ങനെ ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. അവർ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന വേണമെന്നാണ് പറയുന്നത്. ഈ തിരുവനന്തപുരത്തെ കുട്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു താറാവിനെ പിടിക്കാനായി അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടി വന്നു. ഈ കുഞ്ഞപ്പോൾ താറാവിനെ രക്ഷിക്കാനായി അടുത്തേക്ക് ചെന്നു. ഈ പട്ടി ആക്രമിച്ച ശേഷം ഒരു 11:30-ക്കും 12 മണിക്കും ഇടയ്ക്കാണ് ഈ പട്ടിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം നേരെ ഇവർ തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ആദ്യ ഡോസ് വാക്സിൻ എടുത്തു. അതിനുശേഷം പ്രതിരോധ സെറവും വൈകുന്നേരത്തോടു കൂടി ആ കുഞ്ഞിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 11-ാം തീയതി അതോടൊപ്പം തന്നെ 15-ാം തീയതി 2 ഡോസും കൃത്യമായി അവർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഡോസ് എടുക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഇന്നായിരുന്നു. പക്ഷേ ആ ദിവസത്തിനായി കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? വാക്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയാണോ എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഈ തിരുവനന്തപുരത്തെ കേസാണ് എങ്കിൽ കൊല്ലത്തെ
കുട്ടിയുടെ കാര്യമാണെങ്കിൽ അവർ പറയുന്നത് കൃത്യമായി തന്നെയുള്ള ചികിത്സ കുട്ടിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നാട്ടിലാണെങ്കിൽ തെരുവുനായയുടെ എണ്ണം അടിക്കടി വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിരോധ സംവിധാനമൊക്കെ അതിനെപ്പറ്റിയൊക്കെ വാർത്ത ചെയ്ത് നമ്മൾ മടുത്തതാണ്. ഒരുപാട് തവണ ഇങ്ങനെ വാർത്തകൾ നൽകുന്നു. ABC സെൻറ്റർ എന്നൊക്കെ സർക്കാർ പറയുന്നതല്ലാതെ തെരുവുനായ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് പലയിടങ്ങളിലായി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആക്രമണ സ്വഭാവം കാണിക്കുന്ന സമയത്തിലേക്ക് എത്താത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചില സീസണുകളിലാണല്ലോ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ എണ്ണത്തിലൊരു കുറവും ഉണ്ടാകുന്നില്ല. അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി ഉപേക്ഷിക്കാനോ ABC സെൻറ്റർ തെരുവുനായയുടെ ഈ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പം വളർത്തുനായ കടിച്ച കുട്ടികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ സ്കൂൾ തുറക്കാൻ ഒരു മാസം അവശേഷിക്കുന്നു. അപ്പോൾ സ്കൂൾ തുറക്കുന്നതോടുകൂടി കുട്ടികൾ കൂടുതലായി വീട്ടിലിരിക്കുന്ന അച്ഛനന്മാർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം പേർക്കെങ്കിലും ഒരു വർഷം വാക്സിൻ എടുക്കുന്നതാണ്. അതിൽ വിരലെണ്ണാവുന്ന കേസുകളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതൊരു തെറ്റായ പ്രചാരണത്തിലേക്കോ ആശങ്കയിലേക്കോ പോകാൻ പാടില്ല. വാക്സിൻ എടുത്തിട്ട് ഗുണമില്ല എന്നുള്ളതല്ല, വാക്സിൻ സ്വീകരിക്കുക മാത്രമാണ് നമുക്ക് മുൻപിൽ. മറ്റൊരു മരുന്നില്ല, മറ്റൊരു മരുന്നും പരിഹാര മാർഗവും ഇല്ല. ഏക രക്ഷാമാർഗം എന്ന് പറയുന്നത് റാബിസ് വാക്സിൻ മാത്രമാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ ഒരുപക്ഷെ അതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാവും. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അത് പറയേണ്ടത് നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഡോക്ടർ, അത് വലിയ തോതിൽ നമുക്കറിയാം. ഇപ്പോൾ ഈ വീട്ടിൽ പ്രസവം അടക്കമുള്ള അങ്ങനെ പലവിധ വിഷയങ്ങളാണ്. നമ്മുടെ ആരോഗ്യമേഖല എങ്ങനെയൊക്കെ ആളുകളെ കൃത്യമായി ശാസ്ത്രത്തിന്റെ വഴിയെ കൊണ്ടുപോകാൻ പോകുന്നു, അതിന് മറിച്ചുള്ള പ്രചാരണങ്ങൾ ശക്തമാകുന്നതും പരിപാടികളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലും ഈ വാക്സിൻ ഉപയോഗിച്ചിട്ടും കുട്ടികൾ മരിച്ചു എന്നത് അതുപോലെ അത്തരം പ്രചാരണങ്ങൾക്ക് ആയുധമായി മാറുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്താണ് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയിൽ അങ്ങ് കൃത്യമായ അതിനുള്ളൊരു ഉത്തരം, ഒപ്പം ഇത് തന്നെയാണല്ലോ നമ്മുടെ കൃത്യമായിട്ടുള്ള പോംവഴി, എന്താണ് നമ്മൾ കൃത്യമായി അതിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ? ഏതൊരു ചോദ്യത്തിനും ഉത്തരം കൃത്യമായി കൊടുക്കുന്നത് നമ്മുടെ പഠനങ്ങളും കണക്കുകളും അനുസരിച്ച് വേണം, അല്ലാതെ നമ്മുടെ ഊഹങ്ങൾ വെച്ചിട്ടല്ല. അപ്പൊ ഈ വിഷയത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ ഞാനിവിടെ പറയാം. സങ്കല്പിക്കുക, പേ ഉള്ള ഒരു നായ ഒരു വ്യക്തിയെ കടിച്ചു എന്നിരിക്കട്ടെ. വാക്സിനിൽ വിശ്വാസമില്ല, വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുന്നു. ഈ വ്യക്തിക്ക് എന്ത് പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഇതിന് പഠനങ്ങളുണ്ട്. തലയിൽ ആണ് കടിയേറ്റിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ വിരൽത്തുമ്പിലാണ് കടിയേറ്റിട്ടുള്ളതെങ്കിൽ ഈ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത 80% വാക്സിൻ എടുത്തില്ലെങ്കിൽ. അതായത് 10 പേരാണ് വരുന്നതെങ്കിൽ അതിൽ 8 പേരും മരണപ്പെടും. റേബീസ് വന്ന് അല്ലെങ്കിൽ പേ വിഷം ബാധയേറ്റ് മരണപ്പെടും. ആ റിസ്ക് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഇനി കാലിലാണ് കടിയേറ്റതെങ്കിൽ അതിന്റെ സാധ്യത 3 മുതൽ 10% വരെയാണ്. അതായത് 10ൽ ഒരാൾ വെച്ച് മരണപ്പെടും. ആ റിസ്ക് നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. കാരണം റേബീസ് എന്നുള്ളത് നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത് വളരെ ഗുരുതരമായിട്ടുള്ള, ചികിത്സിക്കാൻ ദുർഘടമായിട്ടുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് ഈ ആദ്യത്തെ പഠനം ഞാൻ ചുരുക്കി പറയുകയാണ്. റേബീസ് വാക്സിൻ എടുത്തില്ലെങ്കിൽ, കടിച്ചത് പേയുള്ള നായയാണെങ്കിൽ നിങ്ങൾ മരണപ്പെടും. സൂക്ഷിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചാരണം നടത്തുന്നവർക്ക് യാതൊരു ബാധ്യതയുമില്ല എന്ന് ഓർക്കുക. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ മറ്റെന്തെങ്കിലും പറഞ്ഞു ഒഴിയുകയാണ് സാധ്യത. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങളിൽ ദയവ് ചെയ്ത് ആരും വീഴരുത്. രണ്ടാമത്തെ പഠനം, വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേ വരുന്നു എന്നുള്ളതിന്റെ പഠനമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പ്രബന്ധത്തിൽ തന്നെ ഈ പഠനത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. പഠനം നടത്തിയത് WILDE എന്നുള്ള വ്യക്തിയാണ്, വൈൽഡ് H എന്നുള്ള വ്യക്തിയാണ്. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വാക്സിൻ എന്നുള്ള ജേണലിലാണ്. ഇവർ ഇപ്രകാരം വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ട 8 കേസുകളാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 8 കേസുകളിലും അവർ കണ്ടെത്തിയത്, ഈ കേസുകൾ അവർ തിരഞ്ഞെടുത്തത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ നടന്നതുപോലെ കൃത്യമായ രീതിയിൽ ചികിത്സയും വാക്സിനും സീറവും എല്ലാം കൊടുത്ത വ്യക്തികൾ. അവർ മരണപ്പെട്ടു. അപ്പൊ അതിൽ അവർ കണ്ടെത്തിയ 4 ഘടകങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. 1, അനാവശ്യമായിട്ടും അതിവേഗമായിട്ടും മുറിവ് തുന്നിക്കെട്ടുക, പ്രിമച്വർ സൂച്ചറിങ്, അതായത് തുറന്നു വെക്കേണ്ട മുറിവ് അജ്ഞത മൂലം തുന്നിക്കെട്ടുക. അതൊന്ന്. അത് നേരത്തെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ മുറിവുകളും തുറന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ഇടേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഓരോ വ്യക്തിയുടെയും സിറ്റുവേഷനും സീരിയസ്നെസ്സും ആവശ്യവും പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. ഇവിടെ പ്രയോറിറ്റി എന്നുള്ളത് റേബീസ് ചികിത്സിക്കുക എന്നുള്ള, റേബീസ് ആളെ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ള ചികിത്സയുടെ പ്രാധാന്യം. നേരെ മറിച്ച് നമ്മൾ നിലത്ത് വീണ് അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് കൈമുറിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അവിടെ റേബീസിന്റെ റിസ്ക് വരുന്നില്ല. അപ്പോൾ അവിടെയുള്ള അപ്രോച്ച് മറ്റു രീതിയിലായിരിക്കും.
അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഘടകം അവർ കണ്ടെത്തിയത് ചികിത്സ എടുക്കാൻ വൈകിയതാണ്. മൂന്നാമത്തേത് ഇനാഡിക്വേറ്റ് വാഷിംഗ്, അതായത് കടിയേറ്റ ഉടനെ നല്ലതുപോലെ കഴുകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവസരം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഓർത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചർച്ചയിൽ ഏറ്റവും വലിയ സന്ദേശങ്ങൾ ഇത് രണ്ടുമാണ്. ഒന്ന്, പട്ടിയുടെ കടി ഏറ്റു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് ആത്മഹത്യാപരമാണ്. രണ്ട്, കടി ഏറ്റു കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ടത് കുത്തിവയ്പ്പല്ല, മറിച്ച് കഴുകലാണ്. തുടർച്ചയായിട്ട് 15 മിനിറ്റ് ഉടൻ തന്നെ. അതിന് ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. വീട്ടിൽ വെച്ച് തന്നെ സോപ്പ് ഉപയോഗിച്ച് എല്ലാ മുറിവുകളും കൃത്യമായിട്ട് കഴുകുക എന്നുള്ളത് എത്ര തവണ ആവർത്തിച്ചാലും ഇത് ഒരുപക്ഷെ നിരവധി ജീവൻ രക്ഷിക്കാൻ പോകുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ആവർത്തിച്ച് പറയുന്നത്. ഇനി വാക്സിന്റെ ഫലപ്രാപ്തി ഇല്ലാത്ത അവസരം ഉണ്ടായിട്ടുണ്ടോ? യെസ്, ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ വാക്സിനുകളും തന്നെ 2 മുതൽ 8 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സൂക്ഷിക്കേണ്ടത്. അത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഫ്രിഡ്ജിലുള്ള ടെമ്പറേച്ചറാണ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ 2 മുതൽ 8 ഡിഗ്രി സെന്റിഗ്രേഡിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഈ വാക്സിൻ, അത് അതിന്റെ ഫാക്ടറിയിൽ നിന്നും അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള കോൾഡ് ചെയിൻ എന്ന് പറയും. നമ്മളിപ്പോ മീൻ പിടിച്ച് ബോട്ടിൽ നിന്നും ഐസ് ഇട്ട് നമ്മുടെ വീട്ടിലേക്ക് വരെ എത്തുന്നത് പോലെ, തണുപ്പ് മാറാതെ എത്തുന്നത് പോലെ വാക്സിനുകളും അത് ഉൽപ്പാദിപ്പിച്ച സ്ഥലം മുതൽ, ഫാക്ടറി മുതൽ ഉപഭോക്താവിന്റെ അടുത്ത് എത്തുന്നത് വരെ അതിന്റെ തണുപ്പ് മാറാതെ ഇരിക്കണം. അതിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ വാക്സിൻ ചിലപ്പോൾ ഫലിക്കുകയില്ല. ഇനി നമ്മുടെ ആശുപത്രികളിലെല്ലാം തന്നെ ഇത് സൂക്ഷിക്കാനുള്ള പ്രത്യേക ഫ്രിഡ്ജുകളും അതിന്റെ മേൽനോട്ടവും അതിന് പ്രോട്ടോകോളുകളും ഉണ്ട്. അവിടെ പവർ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ബാക്കപ്പ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടാവും. ഇങ്ങനെ ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്നുള്ള വളരെ പ്രമാദമായിട്ടുള്ള, വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനം തെളിയിച്ചത് അവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, പാകിസ്ഥാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പുറത്തുവിട്ട പഠനമാണ്. ഇതുപോലെ വാക്സിന്റെ ഫലപ്രാപ്തിയിൽ സംശയം തോന്നിയപ്പോൾ, അതായത് ഒരു പ്രദേശത്ത് ധാരാളം പവർ കട്ട് വന്ന് അവിടെ എമർജൻസി ബാറ്ററി ബാക്കപ്പ് ഇല്ലാത്ത വളരെ റൂറൽ ആയിട്ടുള്ള, റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആശുപത്രിയിൽ വാക്സിൻ നിർവാഹമില്ലാതെ അവർക്ക് ഈ ചൂടത്ത് വാക്സിൻ വെക്കേണ്ടി വന്നു. ആ വാക്സിൻ അവർ പരിശോധനയ്ക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ അയച്ചപ്പോൾ അതിന് ഫലപ്രാപ്തി ഇല്ല എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി. ഇത് 2004 പ്രസിദ്ധീകരിച്ച ഒരു പബ്ലിക്കേഷനാണ്. ഇങ്ങനെയുള്ള പബ്ലിക്കേഷൻസ് വഴിയാണ് നമുക്ക് നമ്മളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നത്. നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ലൂസ് ആയിട്ടുള്ള കമന്റ്സ് പലപ്പോഴും വരാറുണ്ട്. അത് കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിൽ കഴിവുണ്ടെന്ന് തോന്നുന്നെങ്കിലും, ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് റേബീസ് പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് 100% ഫേറ്റാലിറ്റിക്ക് അടുത്തുള്ള ഇത്രയും അപകടകരമായിട്ടുള്ള രോഗത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശാസ്ത്രത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സംസ്ഥാനത്ത് 3.25 ലക്ഷത്തോളം ഡോഗ് ബൈറ്റ് കേസുകൾ ഒരു വർഷം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഒരു വിധത്തിലും അത് അക്സെപ്റ്റബിൾ ആകുന്നില്ല. അതിൽ 3-1 തെരുവനായ്ക്കളാണ്. അതെങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമാകുന്നത്? ഹൗ ഇസ് ഇറ്റ് ഈവൻ അക്സെപ്റ്റബിൾ ഇൻ മോഡേൺ സൊസൈറ്റി എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ മുമ്പിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പുതിയ നടപടികൾ ഉണ്ടാകണം, നിയമനിർമ്മാണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ.